ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ആമിയുടെ ഹെയർ കട്ടിംഗ് ആണ് കേട്ടോ. ആമി കുറേ നാളായിട്ടുണ്ട് പാർലറിൽ വന്ന് ഹെയർ കട്ടിങ് ചെയ്തിട്ട്. അപ്പോൾ ആമിയുടെ ഹെയർ ആണെങ്കിൽ നന്നായിട്ട് ഓയിലുകൊണ്ട് ഡ്രൈയുമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാണ്. പിന്നെ ഇവിടെ നമ്മൾ പാർലറിൽ ഹെയർ കട്ടിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഓയിലുള്ള ഹെയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷിങ് ചെയ്യാറുണ്ട്. വാഷ് ചെയ്തതിന് ശേഷമാണ് ഹെയർ കട്ടിങ് ചെയ്യാറുള്ളൂ. പിന്നെ ഓയിലെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഹെയർ കട്ടിങ്ങിന് ചെല്ലുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ഹെയർ കട്ടിങ് കഴിയും. ചെറിയ കുട്ടികളുടെ എപ്പോഴും നമ്മൾ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. വാഷിങ് ചിലപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമുക്ക് നടക്കില്ല. ചില കുട്ടികൾ വാശി പിടിക്കും. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകാൻ നല്ലത്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ എപ്പോഴും ഓയിലെല്ലാം കളഞ്ഞ് ചെല്ലണത് നല്ലത്. പിന്നെ നമുക്ക് ഓയിലില്ലാത്തൊരു ഹെയറിലാണ് ഹെയർ കട്ടിങ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുക. അമ്മയുടെ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹെയർ കട്ടിങ്ങിന് മുന്നേ ജസ്റ്റ് മുടിയിലെ വെള്ളമെല്ലാം നന്നായി കളഞ്ഞിട്ട് കട്ടിങ് ചെയ്യണത്. ഇപ്പോൾ ആമിയുടെ മുടി നമ്മളെല്ലാ ഹെയറും കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഡ്രയർ ഇടുന്നത്. ഡ്രയർ ഇട്ടിട്ട് ഒരുവിധം ഉണക്കിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യണത്. ആമിയുടെ ഹെയർ ഒരുപാടൊന്നും ഷോർട്ടാക്കിയിട്ടില്ല, ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഡാൻസും കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരുപാടൊന്നും ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്നൊരു പ്രോഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആമിയുടെ അടുത്ത് ഹെയർ കട്ടിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ആമിക്ക് ഏത് തരത്തിലാണ് ഹെയർ ചേരുന്നതെന്ന് നോക്കുകയാണ്. ഏത് സ്റ്റൈലിടുമ്പോഴാണ് ഭംഗിയുള്ളത് നോക്കിയിട്ട് അതുപോലെയൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ആമി നല്ല ഹാപ്പിയായി. തനുവിനെ നമ്മൾ വേറൊരു ദിവസം ഹെയർ കട്ടിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോഴാണ് അവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കുറേ ഇരുട്ടായി വന്നപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാൻ വന്നതായിരുന്നു. ഒരു സൺഡേ ആയിരുന്നു. പിന്നെ ഹെയർ വാഷിങ്ങൊക്കെ നമ്മൾ വീട്ടിൽ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആമിക്കും തനുവിനും നമ്മൾ ഒരേപോലെ തന്നെ കേട്ടോ ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത്. അവൻ്റെ രണ്ടുപേരുടെയും ഹെയർ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ പരമാവധി അങ്ങനെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരുടെയും ഹെയർ കട്ട് ചെയ്തിട്ട്. ഡാൻസും അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ കാരണം കുറച്ച് മുടി ഷോർട്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് രണ്ടാളുടെ മുടി വന്ന് ഷോർട്ടാക്കിയത്. ഇനിയിപ്പോൾ ഡാൻസും കാര്യങ്ങളൊക്കെ 2-3 മാസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ രണ്ടുപേരുടെയും ഹെയർ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആമിയുടെ നമുക്ക് കുറച്ചും കൂടിയും അധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും ഹെയർ കട്ടിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തനൂസ് 2014 എന്നാണ് നമ്മുടെ വ്ളോഗിൻ്റെ പേര് വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.